മലയാള സിനിമയുടെ ഹൊറർ ഗ്രാഫ് വീണ്ടും ഒരു പടി കൂടി ഉയർത്തിക്കൊണ്ട് ബ്രഹ്മയുഗം എന്ന മാസ്റ്റർ പീസിന് ശേഷം രാഹുൽ സദാശിവൻ എത്തിയ പുതിയ ചിത്രമാണ് DS ഇറേ. ലാറ്റിൻ ഭാഷയിൽ ഉഗ്ര ക്രോധത്തിന്റെ ദിവസം എന്നൊക്കെ അർത്ഥം വരുന്ന ഈ പേര് പോലെ തന്നെ തീവ്രമായൊരു സിനിമാനുഭവമാണ് ഈ ചിത്രം നൽകുന്നത്. ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയത് പ്രണവ് മോഹൻലാലിന്റെ പ്രകടനമാണ്. ഒരു താരപുത്രൻ എന്ന ലേബലിനപ്പുറം ഒരു നടൻ എന്ന നിലയിൽ പ്രണവ് സ്വയം അടയാളപ്പെടുത്തുന്ന സിനിമയായി DS ഇറേ മാറുന്നുണ്ട്. സിനിമയിലേക്ക് വന്നാൽ ചിത്രം തുടങ്ങുന്നത് റോഹൻ എന്ന കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണ്. സുഹൃത്തുക്കളും ആഘോഷങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനിടയിൽ അയാളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നുവരുന്ന ചില ദുരൂഹ സംഭവങ്ങൾ. അതിനെ തുടർന്ന് റോഹന്റെ മാനസിക നിലയും ജീവിതവും എങ്ങനെ മാറുന്നു എന്നതാണ് സിനിമയുടെ പ്രധാന പ്ലോട്ട്. ഒരു സാധാരണ ഹൊറർ ത്രില്ലർ എന്നതിലുപരി സൈക്കോളജിക്കൽ മിസ്റ്ററിയുടെ ഒരു വലിയ ജോണർ ഇതിലുണ്ട്. ഭൂതകാലം, ബ്രഹ്മയുഗം എന്നീ രണ്ട് ചിത്രങ്ങളിലൂടെ ഹൊറർ ജോണറിൽ തന്റെ കയ്യൊപ്പ് പതിപ്പിച്ച രാഹുൽ സദാശിവന്റെ സംവിധാന മികവ് തന്നെയാണ് ഈ സിനിമയുടെ നട്ടെല്ല്. ജമ്പ് സ്കെയർസ് കുറച്ച് അഗാധമായൊരു ഭീതിയും ഉത്കണ്ഠയും പ്രേക്ഷകരിൽ നിറയ്ക്കുന്ന രീതിയാണ് അദ്ദേഹം ഇവിടെയും അവലംബിച്ചിരിക്കുന്നത്. നിശബ്ദത പോലും ഭീകരതയായി മാറുന്ന ഒരുപാട് മൊമെന്റുകൾ ഈ സിനിമയിൽ രാഹുൽ സദാശിവൻ സമ്മാനിക്കുന്നുണ്ട്. അത്തരത്തിൽ വളരെ ബ്രില്യൻ്റായ മേക്കിംഗ് ആണ് രാഹുൽ ഈ സിനിമയിലും സ്വീകരിച്ചിരിക്കുന്നത്. മുൻപ് പറഞ്ഞതുപോലെ ഈ സിനിമയിൽ ഏറ്റവും ശ്രദ്ധ നേടുന്നത് പ്രണവ് മോഹൻലാലിന്റെ ഗംഭീര പ്രകടനമാണ്. രോഹൻ എന്ന നായക കഥാപാത്രമായി വളരെ മികവുറ്റ രീതിയിൽ പ്രണവ് ഓരോ രംഗങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. അഭിനയത്തിന്റെ പേരിൽ ഇന്ന് വരെ കേട്ട എല്ലാ പഴികളും ഈ ഒരൊറ്റ പ്രകടനത്തോടെ പ്രണവ് മാറ്റിയെടുക്കുന്നു എന്ന് വേണം പറയാൻ. സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകരും നിരൂപകരും ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യം ഇത് പ്രണവ് മോഹൻലാലിന്റെ കരിയർ ബെസ്റ്റ് പ്രകടനമാണ് എന്നതാണ്. രോഹൻ എന്ന കഥാപാത്രം വളരെ സങ്കീർണമാണ്. ഒരു സാധാരണ ചെറുപ്പക്കാരിൽ നിന്ന് പതിയെ മാനസികമായി തകർന്നു പോകുന്ന ഒരാളിലേക്കുള്ള മാറ്റം പ്രണവ് വളരെ അനായാസമായി അവതരിപ്പിച്ചു. ഭയം, ഉത്കണ്ഠ, കുറ്റബോധം, നിസ്സഹായത ഈ ഭാവങ്ങളെല്ലാം പ്രണവ് തന്റെ കണ്ണുകളിലൂടെയും ശരീരഭാഷയിലൂടെയും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. താരതമ്യങ്ങളുടെ നിഴലിൽ നിന്ന് മാറി ഒരു നടൻ എന്ന നിലയിൽ പ്രണവ് ഇവിടെ ഒരു ബ്രേക്ക് ത്രൂ പെർഫോമൻസ് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷൻ ഈ സിനിമയിൽ വളരെ വ്യക്തമാണ്. പ്രണവിന്റെ കരിയറിൽ ഇന്ന് വരെയുള്ള ഏറ്റവും മികച്ച പ്രകടനമായി പറയുമ്പോൾ തന്നെ പ്രണവിന്റെ കരിയറിൽ ഇനി അങ്ങോട്ടുണ്ടാവുന്ന കഥാപാത്രങ്ങളിലും ഏറ്റവും മികച്ചതായി നിൽക്കാനുള്ള കെൽപ്പ് രോഹൻ എന്ന നായക കഥാപാത്രത്തിനുണ്ട്. പ്രണവിനോടൊപ്പം തന്നെ ഈ സിനിമയിൽ കയ്യടി നേടുന്ന ഒരുപാട് പ്രകടനങ്ങളുണ്ട്. ജയാക്കുറുപ്പിന്റേതും ജിബിൻ ഗോപിനാഥിന്റേതും ഉൾപ്പെടെ ഗംഭീര പ്രകടനങ്ങൾ ഈ സിനിമയിൽ എടുത്തു പറയാനുണ്ട്. ഒരു ഗംഭീര സംവിധായകന്റെ കയ്യിൽ അഭിനേതാക്കളെ കിട്ടുമ്പോൾ അവർ ഏറ്റവും മികച്ച പ്രകടന തലത്തിലേക്ക് ഉയരുന്നു എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് DS ഇറേ. അഭിനേതാക്കളുടെ ഗംഭീര പ്രകടനത്തോടൊപ്പം DS ഇറേ അസാമാന്യമായ തിയേറ്റർ എക്സ്പീരിയൻസ് ആയി മാറുന്നതിൽ സാങ്കേതിക മികവിന്റെ മേന്മയുമുണ്ട്. ഒരു ഹൊറർ സിനിമയ്ക്ക് ഏറ്റവും അനിവാര്യമായ ഘടകമാണ് അതിന്റെ സാങ്കേതിക നിലവാരം. DS ഇറേ ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. ക്രിസ്റ്റോ സേവ്യർ ഒരുക്കിയ സംഗീതം ഈ സിനിമയുടെ ആത്മാവാണ്. നിശബ്ദതയെ പോലും സംഗീതമാക്കി മാറ്റിയ അദ്ദേഹത്തിന്റെ വർക്ക് ഓരോ സീനിന്റെയും ഭീതി ഇരട്ടിയാക്കുന്നുണ്ട്. ബ്രഹ്മയുഗത്തിന് ശേഷമുള്ള ക്രിസ്റ്റോയുടെ മാസ്റ്റർ പീസ് വർക്കാണ് DS ഇറയിലേത്. പേഴ്സണലി ഏറ്റവും ഗംഭീരമെന്ന് തോന്നിയ മ്യൂസിക് ഈ സിനിമയുടെ എൻഡ് ക്രെഡിറ്റ്സിൽ ക്രിസ്റ്റോ നൽകിയതാണ്. ഒരു അസാമാന്യമായ മ്യൂസിക് ഡയറക്ടർക്ക് മാത്രം സാധ്യമാവുന്ന പരിപാടിയാണ് ക്രിസ്റ്റോ അവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. സിനിമ കഴിഞ്ഞും തിയേറ്റർ വിടാതെ പ്രേക്ഷകർ ആ ഒരു സംഗീതം ആസ്വദിക്കാനായി തിയേറ്ററിനകത്ത് തന്നെ നിൽക്കുന്നു എന്നുള്ളത് ആ ഒരു വർക്കിന്റെ മേന്മയായി വേണം പറയാൻ. ഷഹനാദ് ജലാലിന്റെ ക്യാമറ വർക്ക് സിനിമയുടെ ഡാർക്ക് മൂഡിനും അന്തരീക്ഷത്തിനും പൂർണ്ണമായ പിന്തുണ നൽകുന്നു. ജയദേവൻ ചക്കാടത്തിന്റെ സൗണ്ട് ഡിസൈൻ എടുത്തു പറയേണ്ട ഒന്നാണ്. ഓരോ ശബ്ദവും പ്രേക്ഷകനെ അസ്വസ്ഥനാക്കുന്നുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്നതിൽ സൗണ്ട് ഡിസൈന് വലിയ പങ്കുണ്ട് എന്ന് പറയാം. സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ്സായി രാഹുൽ സദാശിവന്റെ മികച്ച മേക്കിങ്ങും പ്രണവ് മോഹൻലാലിന്റെ കരിയർ ബെസ്റ്റ് പ്രകടനവും മറ്റ് അഭിനേതാക്കളുടെ ഗംഭീര പ്രകടനവും ക്രിസ്റ്റോ സേവ്യറിന്റെ പശ്ചാത്തല സംഗീതവും ഉയർന്ന സാങ്കേതിക നിലവാരവും പ്രേക്ഷകനെ മുൾമുനയിൽ നിർത്തുന്ന തിരക്കഥയും എടുത്തു പറയാം. ഇതിന്റെ ഇടയിലും ചില പോരായ്മകൾ സിനിമയ്ക്കുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് ചിത്രത്തിന്റെ ആദ്യ പകുതിക്ക് ശേഷം പ്രേക്ഷകർക്ക് ക്ലൈമാക്സ് അല്പം സങ്കീർണമായോ അല്ലെങ്കിൽ വേഗത്തിലോ ആയി തോന്നിയേക്കാം. എങ്കിലും ഒരു ഹൊറർ ചിത്രം എന്ന നിലയിൽ ഈ സിനിമ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ്. ഹൊറർ ജോണർ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ലാത്ത സിനിമയാണ് DS ഇറേ. നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച തിയേറ്റർ തന്നെ ഈ സിനിമയുടെ കാഴ്ചയ്ക്കായി തിരഞ്ഞെടുക്കുക. പ്രണവ് മോഹൻലാലിനെ ഒരു നടൻ എന്ന നിലയിൽ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ച ചിത്രമായി DS ഇറേ വരും നാളുകളിൽ അറിയപ്പെടും. ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഈ ചിത്രം നിങ്ങൾക്ക് നൽകുക.